ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വൈറ്റി. അപ്പോൾ ഗൈസ് നമ്മൾ ചെറുതായിട്ട് ATGയുടെ ഇൻട്രോ ഒക്കെ പിടിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ബ്രേക്കിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എക്സാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, സെറ്റാണ്, പവറാണ്. അപ്പോൾ ഇനി നമ്മളുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഒക്കെ റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ശ്രമിക്കും, ഇട്ടിരിക്കും, അതൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു ടെക്സ്ചർ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെതാണേ. അത് കണ്ടോ, സെറ്റല്ലേ? നമ്മളെ ലെറ്റ്സ് പ്ലേ ഒക്കെ കളിക്കുമ്പം ഉപയോഗം വരും. സോറി, അത് പറഞ്ഞപ്പോഴാണ് ലെറ്റ്സ് പ്ലേ പോയി ഗൈസ്. ലെറ്റ്സ് പ്ലേ അടിച്ചു പോയി. നമ്മുടെ മൈൻക്രാഫ്റ്റ് ഇടയ്ക്ക് വെച്ചൊന്ന് ബഗ് അടിച്ച് ഞാൻ ഒരു എക്സാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മുട്ടായി സെർവർ ലോഞ്ച് ചെയ്തപ്പോൾ അതിനകത്ത് കയറിയ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ബെഡ് വാർ കളിച്ചാലോ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ കയറിയപ്പോൾ എനിക്ക് ഒരു ബ്രോ വന്ന് ബെഡ് വാർ കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബ്രോയുടെ ഹൈവിൽ ബെഡ് വാർ കളിക്കാൻ പോയി. അപ്പോഴേ ഞാനൊരു ക്ലയൻ്റ് എടുത്തിട്ടപ്പോൾ മൈൻക്രാഫ്റ്റ് ഫുള്ള് അടിച്ചു പോയി. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ ലെറ്റ്സ് പ്ലേ വേർഡിൻ്റെ ബാക്കപ്പ് പോലും എടുക്കാൻ പറ്റിയില്ല, അത് പോയി. അപ്പോൾ ലെറ്റ്സ് പ്ലേ തീർന്നു എന്ന് തന്നെ പറയാം. അപ്പം ഇനി ഏതൊക്കെ സീരീസാണ് നമ്മുടെ ചാനലിൽ വരുന്നത്? കണ്ടോ ടെക്സ്ചർ പാക്കിൻ്റെ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോഴും ഇനി നമ്മുടെ ചാനലിൽ ഏതൊക്കെ സീരീസാണ് വരുന്നത്? നമ്മുടെ ടെംബ്രോ വൈറ്റി ലുഫിക്സ് എന്ന് പറയുന്നൊരു സെർവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ലുഫിക്സ് ദ BKMC എന്ന് പറയുന്ന ബെഡ്റോക്ക്, ജാവ എല്ലാം പറ്റുന്ന ഒരു സെർവർ ടെംബ്രോ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 2-നാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പം അതിനകത്ത് ഞാൻ കാണും. അപ്പോൾ അതിൻ്റെ ലൈവും വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം. അപ്പോൾ പിന്നീട് നമ്മൾ വേറെ ഒരുപാട് സെർവറുകളിൽ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ SVG സനിൽജിത്ത് SVG എന്ന് പറയുന്നൊരു ബ്രോയുടെ ഒരു മരണം SMB എന്ന് പറയുന്നൊരു സെർവർ, അതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഞാൻ മറന്നുപോയി, അതിനകത്ത് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 3-4 സെർവറുണ്ട്. അപ്പോൾ പിന്നെ അത് പോരാഞ്ഞിട്ട് ഏപ്രിൽ 16 തൊട്ട് നമ്മളുടെ സെർവർ ലോഞ്ച് ആവുകയാണ്. MC ലൈഫ് മൾട്ടിപ്ലെയർ എന്ന് പറയുന്ന. ഞാൻ കുറച്ച് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്ത് നമ്മുടെ മൈൻസ്പിയറിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചതാണ്. സീസൺ 2 ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചാണ്. മൈൻസ്പിയർ സീസൺ 2 ആയിട്ട് വരാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് ഇച്ചിരി കുഴപ്പം പിടിച്ചൊരു സീരീസ് ആയതുകൊണ്ട്, എന്ന് വെച്ചാൽ മൈൻസ്പിയർ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് എൻഡ് ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് മൈൻസ്പിയറിൻ്റെ കണ്ടിന്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചു. എന്തോ എനിക്ക് ആ പേരിനോട് അത്ര ഒരു ഇത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയൊരു സെർവർ സീരീസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മളുടെ ഇനിയുള്ള സർവൈവൽ സെർവർ. കെമിക്സിൻ്റെ പോലെ, നമ്മുടെ ATGയുടെ കെമിക്സിൻ്റെ പോലെ തന്നെ നമ്മൾ ഒരു സെർവർ ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ പ്ലെയേഴ്സ് ആക്റ്റീവായിട്ട് കളിക്കുമെന്ന് അറിയത്തില്ല. അപ്പം പ്ലെയേഴ്സിൻ്റെ പ്ലെയർ ലിസ്റ്റ് അപ്പുറത്തായിട്ട് കാണിക്കാം. ഇതുവരെ സെലക്ട് ആയിട്ടുള്ളവർ. അപ്പം ഇനിയും 2-3 പേരെ കൂടെ സെലക്ട് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം സെലക്ട് ആയ പ്ലെയേഴ്സിന് ഇപ്പോൾ സ്ക്രീനിൻ്റെ 2 സൈഡിലും കാണാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പം അത് തന്നെ. പിന്നെ നമ്മൾ നിങ്ങൾക്കായിട്ട് ഞാൻ വോട്ടിങ് തന്നു, എന്ന് വെച്ചാൽ ഏതൊക്കെ ടൈപ്പ് സെർവറാണ് നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങളതിനകത്ത് ട്രോൾ സീരീസ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അപ്പോൾ നിങ്ങളാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അപ്പോൾ ആ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്തോണം. അപ്പോൾ ഞാൻ ലീഫ് മാസ്റ്റർ, സോൾ കിങ്, പിന്നെ മല്ലു GT ഗെയിമർ, നമ്മൾ 4 പേരും കൂടി ഒരു ട്രോൾ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ അത് ലോഞ്ച് ഡേറ്റായിട്ട് ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചപ്പോഴെങ്കിലും അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. വീഡിയോ വരുമ്പോഴേ നിങ്ങൾ അറിയത്തുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുക. ഞാൻ എന്തിൻ്റെയും മരത്തിൻ്റെ അടുത്തൊക്കെ ചെന്ന് കയറുന്നു. ഓക്കെ, അപ്പം അതൊക്കെയാണ്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഐഡിയാസ് പറയാനുണ്ടെങ്കിൽ പറയുക. പന്നിക്കുട്ടിക്ക് എന്തൊരു പറ്റി? പന്നിത ചെളിയൊക്കെ ആയിട്ട് പോണു ഗീസ്. അപ്പോൾ കൊള്ളാം, നല്ല ടെക്സ്ചർ പാക്ക്. അപ്പം ഇനി ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ചില സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു, വെള്ളത്തിൽ. അപ്പോൾ ചില സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ബ്രോ അയൺ ഫാമിൻ്റെ വില്ലേജർ ബ്രീഡറിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെയ്യാം, പക്ഷേ എപ്പോൾ വീഡിയോ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട്. പിന്നെ നമ്മൾ മുട്ടായ സെർവറിൻ്റെ ഒരു വീഡിയോ ഇടാൻ നോക്കാം.
അപ്പം അതൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ചാനൽ ഇനി വരാൻ പോകുന്നത്. അപ്പം ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. കണ്ട ടോർച്ച് കണ്ട. അപ്പം ഇനി എല്ലാവരും പറയുന്നത്, ഇപ്പം ഞാൻ ഈ ടെക്സ്ചർ പാക്ക് ഇത്ര നേരം കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കമൻ്റ് ഇട്ട് തുടങ്ങി കാണും, ഈ ഒരു ലാസ്റ്റ് വരെ വരാതെ. ഐ നോ നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം. കാര്യം വെച്ചാൽ ഞാനും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്ചർ പാക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ തരാം. പക്ഷെ അതിനൊരു കണ്ടീഷൻ. നിങ്ങളുടെ കണ്ടീഷൻ വയ്ക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി അതിന് നെഗറ്റീവ് ആക്കുകയൊന്നും വേണ്ട. ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ കാര്യം. നിങ്ങൾ 2-3 പേര് വിചാരിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതാണെന്നറിയോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്ക്. നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് അഥവാ 1K അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ എൻ്റെ കയ്യിലുള്ള ഏതൊക്കെ ഈ ഒരു ടെക്സ്ചർ പാക്കിൻ്റെ ആയാലും ഷെയ്ഡറിൻ്റെ ആയാലും ലിങ്ക് ഉണ്ടോ അത് മൊത്തം നിങ്ങൾക്ക് ഞാൻ തരും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, 1K അടിച്ച് പവറാക്കാൻ പറയുക. അപ്പം എൻ്റെ കയ്യിൽ ഏതൊക്കെ ലിങ്ക് ഉണ്ടോ, ഇപ്പോൾ ഈ ഒരു ടെക്സ്ചർ പാക്കിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലില്ല കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്. അപ്പം ഇതേതാണെന്നും കൂടെ ഞാൻ റിവീൽ ചെയ്യാം. ഇത് മിക്കവാറും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു ടെക്സ്ചർ പാക്ക്. അപ്പം അതും കൂടെ ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങളതിന് ചെയ്യേണ്ടത് 1K ആക്കുക, അത്രമാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വെരി സൈനിങ് ഓഫ്. ബൈ. അയ്യോ, വെള്ളത്തിൽ വീണേ.